കല. ഹലോ. നല്ല പ്രൊഫൈലായിരുന്നു. നല്ല ഒരു നേരത്തെ എണീക്കും അല്ലേ? വളരെ early ആയിട്ട് എണീക്കും. 3:45 എണീക്കും. സോ അത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിട്ട് തുടങ്ങാൻ പറ്റും അല്ലേ? ഒത്തിരി നേരത്തെ എണീക്കുമ്പോൾ. അതെ അതെ. ഓക്കെ, എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ചോദിക്കാം. ആദ്യം രജി ചേച്ചി എടുത്ത് തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു മാം? കലാദേവി ഹായ് മാം. വളരെ നന്നായിരുന്നു. ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. ബിക്കോസ് കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ പ്രോഗ്രാമിൽ തന്നെ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. ആൻഡ് അത് മാത്രമല്ല അവരുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അതുപോലെ തന്നെ കലാദേവിയോട് ഫസ്റ്റ് ടൈം ഐ തിങ്ക് നമ്മളുടെ പ്രോഗ്രാമിൽ തന്നെ ഹസ്ബൻഡ് ഒരു മേൽശാന്തിയെ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അത് ഐ തിങ്ക് ഇതുവരെ ഒരു പ്രോഗ്രാമിലും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അത് ഗ്രഹലക്ഷ്മിക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ് അല്ലേ നമ്മളുടെ പബ്ലിക്കും. സോ അതിൽ കൂടി നമുക്ക് അറിയാം എങ്ങനെ കല അവരൊരു മേൽശാന്തി അവരുടെ വീട്ടിലെ എങ്ങനെ അവരുടെ യുനോ പേഴ്സണൽ ലൈഫ് എങ്ങനെ അത് പോന്നു അത് എല്ലാവർക്കും അറിയില്ലല്ലോ, ഇൻക്ലൂഡിങ് മൈസെൽഫ്. സോ ഇപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ഒരു ഏകദേശം ഒരു പിടികിട്ടി. ഓക്കെ, വളരെ സിമ്പിൾ ആൻഡ് സ്വീറ്റ് ആയിരുന്നു. കലാദേവി പാട്ട് കത്തിട്ടുണ്ടോ? പാട്ട് സംഗീതം പഠിച്ചിട്ടുണ്ട് കുറച്ച്. പഠിച്ചല്ലേ? ബിക്കോസ് യുനോ അല്ല, രാവിലെ എഴുന്നേറ്റിട്ട് ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം പാട്ട് കേൾക്കാറുണ്ട്. ബിക്കോസ് ഹെഡ്ഫോൺ വെച്ചിട്ട് ഇങ്ങനെ താളം ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി. അച്ഛൻ കലാമണ്ഡലമാണ്, അമ്മ സംഗീത കോളേജിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അമ്മ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ലിപ്പ് മൂവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി അല്ലേ? ഡാൻസ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അച്ഛൻ ഡാൻസ് മാസ്റ്റർ ആയിരുന്നു. ഓക്കെ, സ്വന്തമായിട്ട് ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഭരതനാട്യമാണോ അല്ലെങ്കിൽ അല്ല, അല്ലാതെ ഗ്രൂപ്പ് ഡാൻസ് ഭരതനാട്യമായിട്ട് പഠിച്ചിട്ടില്ല. ജസ്റ്റ് അച്ഛൻ കഥകളിയിൽ കുറച്ചൊക്കെ കഥകളി, മോഹിനിയാട്ടം, മോഹിനിയാട്ടം ഭരതനാട്യം പഠിച്ച് കുറച്ച്. അച്ഛന് ഈ ഓരോ സ്ഥലത്ത് ട്രാൻസ്ഫർ ആയി പോകുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തം പഠിക്കാനായിട്ട് പറ്റൂല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗൃഹലക്ഷ്മി പ്രോഗ്രാമിൽ ഇങ്ങനെ മൾട്ടി ടാലന്റഡ് ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ശരിക്കും ഒരു കലാദേവി തന്നെയാണ് അല്ലേ? വീണ്ടും ഒരേ കാര്യം തന്നെ ആവർത്തിക്കേണ്ടി വരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തരായ ഓരോരുത്തരെയും നമ്മൾ ഇങ്ങനെ കാണേണ്ടി വരുന്നു. കാരണം ഓരോരുത്തരെ പരിചയപ്പെട്ട് വരുമ്പോൾ അവരുടെ ജീവിതചര്യയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുമായി ബന്ധപ്പെട്ട ജോലി അല്ല അവരുടെ വീട്ടിലെ ആൾക്കാരുടെ ബന്ധപ്പെട്ട ജോലിയുമായിട്ടാണ് അവരുടെ ജീവിതം പോകുന്നത്. കാരണം ഇപ്പോൾ കലാദേവി സംസാരിക്കുന്നതിൽ നിന്ന് മനസ്സിലാവുന്നു, സംസാരിക്കേണ്ടി വരുന്നില്ല, അതിലെല്ലാം കാണുന്നുണ്ട്. കാരണം അമ്പലവാസികൾ അമ്പലവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും അമ്പലവുമായി കണക്ട് ചെയ്തതായിരിക്കും. അത് ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ രീതി അനുസരിച്ച്. ചില സമയം നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ വഴി ചോദിക്കാണ്ട് നിർത്തും. അപ്പോൾ നമ്മൾ ചോദിക്കും നമുക്ക് ഇന്നടത്താണ് പോകേണ്ടത്, എവിടെ അതല്ലേ, അതൊന്ന് നേരെ ഇവിടെ നിന്ന് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു നല്ല ബാറ് കാണും, ബാറിൻ്റെ ബോർഡ് കാണും. അവിടെ നിന്ന് നമ്മൾ ഇടതോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഒരു 7 കിലോമീറ്റർ പോകുമ്പോൾ കള്ളുഷാപ്പാണ്, അവിടെ ഒരു ഇടതുവശം ഒരു കള്ളുഷാപ്പുണ്ട്. അവിടെ നിന്ന് വളഞ്ഞ് സൂക്ഷിച്ച് പോകണം, അവിടെ ഒരു റെസ്റ്റോറൻറ്റ്, അത് കൊള്ളത്തില്ല, അവിടെ ബാറില്ല. അവിടെ നിന്ന് അപ്പം തന്നെ നമ്മൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാനിവിടെ അടുത്ത കള്ള് ഷാപ്പിൽ വർക്ക് ചെയ്യുന്നത്. അത് അല്ല, മോശമായിട്ടല്ല, ഓരോരുത്തരുടെ രീതികളുണ്ട്, അവരത് വെച്ച് ഫോക്കസ് ചെയ്ത് സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ജീവിതവും വ്യത്യസ്തമാണ്. അപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ല. കലാദേവി എന്താണ് പറയാതെ തന്നെ നമുക്ക് കാണാം, ഓരോരുത്തരെ കാണുമ്പോഴേ നമുക്കറിയാം ഇത് അമ്പലവാസിയാണ്. അതുകൊണ്ട് വളരെ നല്ലൊരു പ്രൊഫൈൽ കാണാൻ കഴിഞ്ഞു, സന്തോഷം. ഈ 3:30 എണീറ്റ് ശരി ഹസ്ബൻഡിനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്, പിന്നെ അത് കഴിഞ്ഞ് കിടക്കുന്നു, പക്ഷെ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അല്ല, അങ്ങനല്ല, ഉറക്കം വരാറില്ല. അങ്ങനെ എഴുന്നേറ്റ് ശീലമുള്ളതുകൊണ്ട് കുറച്ചു നേരം ഇരുന്ന് പാട്ടൊക്കെ കേട്ടിട്ട് പിന്നെ നേരെ അടുക്കളയിലേക്ക് പോകും. അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ കുളിച്ച് നാമം ജപിച്ചിട്ടാണ്. അപ്പോൾ ഒരു ഉറക്കം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ് ഉള്ളത്? രാവിലെ എഴുന്നേറ്റ് പിന്നെ രാത്രി മാത്രം കിടക്കുന്നത് എപ്പോഴാ? 9:30-10 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ റഫ്ലി ഒരു 5-6 hours കിട്ടുന്നുണ്ട്. ഓക്കെ, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നോണ്ട് നമ്മൾ രാത്രി 10 മണിക്ക് കുറച്ചുകൂടെ നേരത്തെ കിടന്നിട്ട് എണീക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, അപ്പൊ എന്നും കുറച്ചു നേരം പാട്ട് കേട്ടിട്ടാണ് പിന്നെ പൂജാമുറിയിലേക്ക് ചെല്ലുന്നത്. എക്സസൈസ് ഉണ്ട്. ഓക്കെ, എന്നിട്ടാണോ പൂജാമുറിയിലേക്ക്? കുളിച്ച് പിന്നെ പൂജാമുറിയിലേക്ക് ചെല്ലുന്നു. ഓവറോൾ ഒരു ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആ ലോകത്തിൽ നിന്ന് ഇപ്പോൾ ഗൃഹലക്ഷ്മിയിലേക്ക് ഒരു വിശാലമായ ലോകത്തിലേക്കാണ് പറന്നെത്തിയിരിക്കുന്നത്. അതെ അതെ, വലിയ വ്യത്യാസം തോന്നുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ഉണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ കലാദേവിയുടെ ഈ അടച്ചു വെച്ച ഒരു കൂട്ടിനകത്തുള്ള ഒരു കിളിയെ നമ്മൾ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അല്ല വേണ്ട, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലാവരും, അമ്മയും എല്ലാം, എൻ്റെ ജോലിയിലൊക്കെ അമ്മയെ സഹായിക്കാറുണ്ട്. ഉറപ്പായിട്ടും എല്ലാവരും സപ്പോർട്ടായിരിക്കും. പക്ഷേ
നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് കാണുമ്പോൾ ഞങ്ങൾക്കും ഒരു പുതിയ പുതിയ എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ നമ്മളും ഓരോ ജീവിത സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ പ്രൊഫൈൽസ് കാണുമ്പം കലാദേവിയുടെ പെർട്ടിക്കുലർലി ഒരു പ്രൊഫഷണലായിട്ട് ജോലി ചെയ്തും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തുമുള്ള വ്യക്തികൾക്ക് ഈ ഒരു കുറച്ചൊരു ക്ലോസ്ട്രോഫോബിക് ആയിട്ട് തോന്നും. അതായത് ഈ 4 ചുവരിനകത്തായി പോയോ. അല്ലേ ഇല്ല, ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷനിൽ മെമ്പറാണ് ഞാൻ. അപ്പം അതിൻ്റെ മീറ്റിങ്ങിനൊക്കെ പോകാറുണ്ട്. ഫ്രാക്കിൻ്റെ കഴക്കൂട്ടത്ത് ഫ്രാക്ക് അത് എല്ലാ സെക്കൻഡ് സാറ്റർഡേ. ശരി. അപ്പൊ അങ്ങനെ പ്രൊഫൈലില് കുറച്ചുകൂടെ എന്നാലും ഈ ഒരു വൺസ് ഇൻ എ മന്ത് വരുന്ന ഒരു വിഷയം എന്ന് പറയുമ്പോഴും അതൊരു വലിയ ഡിസ്ട്രാക്ഷൻ അല്ല. കലാദേവി അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അത് ആ ഒരു സാഹചര്യത്തിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നു. താങ്ക് യു സോ മച്ച് മാം. ഇപ്പൊ എന്തായാലും കലാദേവി ഒരു കലാദേവി തന്നെയാണ് അല്ലേ? അപ്പൊ എന്തായാലും നമുക്കിനി നേരെ കലാദേവിയുടെ ഒരു ടാസ്കിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് ശാലിനിയോട് ചോദിക്കാം ഏത് ടാസ്ക് ആണെന്ന് നമുക്ക് കാണാം. ഒരു ഫുഡ് ഐറ്റം ആയിട്ട് നമുക്ക് എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അങ്ങനെ എന്തെങ്കിലും വെച്ചോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് കാണാനൊക്കെ നന്നായിരിക്കും. ചേച്ചി പറയണ നല്ല ടേസ്റ്റും ആണെന്ന് ഈ സംഭവത്തിൽ. മാവ് പൊടിച്ചതാണ് കലക്കുന്ന പറയും, പൊടിച്ചതാരാണ്? ഞങ്ങളല്ലല്ലോ. ഇനി അതും കുഴപ്പമാവും. ഒരു അവകാശം സ്ഥാപിക്കുന്ന പോലെ ഞാനും കൂടെ ടേസ്റ്റ് ചെയ്തിട്ടേന്ന് ചോദിച്ചു. അത്രയെങ്കിലും ഉണ്ടായതിൽ ഞാൻ കുറച്ച് ആശ്വസിക്കുന്നു. ഇത് കഴിച്ചിട്ട് നല്ലതായിരുന്നു എന്നുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഹസ്ബൻഡിൻ്റെ ഡ്രസ്സൊക്കെ തേച്ച് ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൊടുത്ത് ഹസ്ബൻഡിനെ വിട്ട് കഴിഞ്ഞ് പിന്നെ നേരെ എനിക്ക് ടെറസിൽ ചെറിയൊരു പൂന്തോട്ടമുണ്ട്. തിരിച്ച് വന്ന് പിന്നെ വീട് കംപ്ലീറ്റ് പിള്ളേർ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും വീട് കംപ്ലീറ്റ് അവരുടെ റൂമൊക്കെ വളരെ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാവും. ആഹാരം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇളയാള് വരും. ഇത് മാത്രമായി പോകുന്ന സ്ത്രീകളുടെ ജോലി. ഷഫ്ന വന്ന ശേഷം ഒരു ജസ്റ്റ് ഒരു ലേറ്റ് ബാക്ക് ആറ്റിറ്റ്യൂഡ് ആയി പോയി. ഞാൻ ഒരു ഷൂടി ഓർപ്പിക്കാണ് തെറ്റ് കൊണ്ടാക്കണോട്ടോ. കിച്ചണിലൊന്നും ഓരോരുത്തൊക്കെ തൊഴുന്നുണ്ട്. ഞാൻ വെച്ചാൽ അവിടെയൊക്കെ വിഗ്രഹങ്ങളെല്ലാം വെച്ചിട്ടുണ്ടോ? സ്നാക്സും ജ്യൂസും കൊടുക്കുന്നതല്ല ഒരു ഒന്നും ഇരിപ്പില്ല എന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു.